2025 ജൂൺ സെഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇഗ്നോയുടെ അസൈൻമെൻറ്റുകളുടെ സ്റ്റാറ്റസ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അസൈൻമെൻറ്റുകളുടെ ആ ഒരു സ്റ്റാറ്റസ് ലഭിക്കാത്തവർക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് അറിയാത്തവർക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഓൾറെഡി ഉള്ള അസൈൻമെൻറ്റിൻ്റെ ആ ഒരു സ്കോർ പരിശോധിക്കുവാനുള്ള ആ ലിങ്കിലല്ല നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയിട്ട് ലഭ്യമാവുക. നേരെ നമ്മുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റുകളുടെ മാർക്ക് കാണാൻ സാധിക്കുന്നത്. അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് നേരെ ഗൂഗിളിൽ ചെന്ന് ഇഗ്നോ ഗ്രേഡ് കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതുപോലുള്ളൊരു വിൻഡോയിൽ അവിടെ നമ്മുടെ ഏതാണ് പ്രോഗ്രാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഈ കൊടുത്തത് എൻ്റേത് MPS ആയതുകൊണ്ട് തന്നെ അതർ പ്രോഗ്രാംസ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ കോഴ്സിൻ്റെ കോഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഈ കൊടുത്തത് മുഴുവൻ ഇഗ്നോയ്ക്ക് കീഴിലുള്ള അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ കോഡുകളാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ MPS ആയതുകൊണ്ട് തന്നെ നമ്മളത് സ്ക്രോൾ ചെയ്ത് നമ്മുടെ ഏതാണോ കോഡെന്ന് വെച്ചാൽ കോഴ്സ് കോഡാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എൻ്റയർ കോഴ്സിൻ്റെ കോഡ്. അപ്പോൾ നമ്മുടെ MPS കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതായിട്ട് വരുന്ന വിൻഡോയിൽ നമ്മുടെ എൻ്റയർ കോഴ്സിൻ്റെ നമ്മൾ അപ്പിയർ ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ അസൈൻമെൻറ്റ്, ലാബ് മാർക്കുകൾ, അതുപോലെ തന്നെ നമ്മൾ എഴുതിയ റിട്ടേൺ തിയറിയുടെ മാർക്കുകൾ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് മാത്രമേ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് ബാക്കിയുള്ള 7 അസൈൻമെൻറ്റിൻ്റെയും മാർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരികയും ഞാൻ അപ്പിയർ ചെയ്തിട്ടുള്ള എൻ്റെ കോഴ്സിൽ 12 പേപ്പറുകളാണുള്ളത്. അതിൽ 2 എണ്ണം ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. അതിന് ഡിസംബർ സെഷനിൽ എഴുതണം. ബാക്കിയുള്ള 10ഓളം കോഴ്സുകൾ കംപ്ലീറ്റഡ് ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ പ്രസ്തുത സബ്ജക്റ്റ് കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. നോട്ട് കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇനിയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കൃത്യമായിട്ട് അസൈൻമെൻറ്റും റിട്ടേൺ എക്സാമും അറ്റൻഡ് ചെയ്ത് അതിൽ ഇഗ്നോ നിർദ്ദേശിച്ചിരിക്കുന്ന പാസ് മാർക്ക് ലഭിച്ചാൽ മാത്രമേ കോഴ്സുകൾ കംപ്ലീറ്റ് ആവുകയുള്ളൂ.